എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം പറയാനും കേൾക്കാനും ഭഗവാന്റെ അനുഗ്രഹവും അനുവാദവും അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 14. അധ്യായം 14 അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ ഒരു അധ്യായം ഭഗവാന്റെ വരാഹ അവതാരത്തെക്കുറിച്ചുള്ള ആവിർഭാവത്തെക്കുറിച്ച് കേട്ട ശേഷം വിതുരർക്ക് കൂടുതൽ രണ്ട് അസുരന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഒക്കെ അവരാരാണ്, അവരെവിടെ നിന്ന് വന്നു, ഭഗവാനോട് അവർക്ക് ശത്രുത തോന്നാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഒരു സംശയം വിതുരർക്ക് തോന്നിയിട്ട് വിതുരർ അത് മൈത്രേയ മഹർഷിയോട് അന്വേഷിക്കുകയാണ്. അപ്പോൾ മൈത്രേയ മഹർഷി കൂടുതൽ വിശദമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ദക്ഷ പ്രജാപതിയുടെ മകളായിട്ടുള്ള ദിതി ത്രിസന്ധ്യ സമയത്ത് തൻ്റെ യാഗശാലയിൽ ഭഗവാനെ നിവേദ്യങ്ങൾ അർപ്പിച്ച് പൂജിച്ച് അതിനുശേഷം ധ്യാനിച്ചുകൊണ്ട് സമാധി അവസ്ഥയിലിരിക്കുന്ന സ്വന്തം പതിയായിട്ടുള്ള കശ്യപ മഹർഷിയുടെ അടുത്തേക്ക് ഒരു സന്താനത്തെ ആഗ്രഹിച്ചുകൊണ്ട്, സന്താനലബ്ധി എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ആ ഒരു കാമാസക്തിയെ നിയന്ത്രിക്കാൻ കഴിയാതെ ഭർത്താവിനെ സമീപിക്കുകയാണ്. അപ്പോ ഒരു മിനിറ്റ്, എല്ലാവരും ശബ്ദം മ്യൂട്ട് ചെയ്ത് വെക്കുക, അതിന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഭർത്താവിനോട് ഈ ഒരു ആവശ്യം പറയാണ്. ഇത്രയും മാത്രം ആധ്യാത്മികമായ ഉയർന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മഹർഷിയുടെ പത്നിയായ ദിതിയും അത്രമാത്രം ആധ്യാത്മികമായ അറിവുകൾ നേടിയിട്ടുള്ള അവർക്ക് പോലും ആ സമയത്ത് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വളരെയധികം വിഷമിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ആസക്തിയെ അടക്കാൻ കഴിയാതായപ്പോഴാണ് അവർ ഭർത്താവിനെ സമീപിക്കുന്നത്. അപ്പോൾ തൻ്റെ മനസ്സിൽ തോന്നിയ ഈ ആഗ്രഹത്തിന് ഒരുപാട് ന്യായീകരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സന്താനമില്ലാത്ത തൻ്റെ വിഷമം, അപ്പോൾ അത് സാധിച്ചു തരേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് കശ്യപ മഹർഷിയെ വിവാഹം കഴിച്ചത്. അപ്പോൾ തൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ടാണ് പിതാവ് ഈ വിവാഹം 13 സഹോദരിമാരോടൊപ്പം ഈ വിവാഹം കശ്യപ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. അപ്പോൾ അത്രയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ തന്നെ തൻ്റെ യശസ്സും കീർത്തിയും വർദ്ധിക്കും. അങ്ങനെ വളരെയധികം ആ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പതിയായിട്ടുള്ള കശ്യപ മഹർഷിയോട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ മഹർഷി ആദ്യം തന്നെ അവരെ സമാധാനിപ്പിച്ചിട്ട്, തീർച്ചയായിട്ടും നിന്റെ ഈ ആഗ്രഹം ന്യായമാണ്, ധാർമ്മികമാണ്, അതൊരു സാധിച്ചു തരേണ്ടത് ഒരു ഭർത്താവ് എന്ന രീതിയിൽ എൻ്റെ കടമയാണ്. പക്ഷേ ഈ സമയത്തിനാണ് പ്രത്യേകത. ഇത് ത്രിസന്ധ്യ സമയമായതുകൊണ്ട് നീ കുറച്ചു നേരം ക്ഷമയോടെ കാത്തിരിക്കൂ, ഈ സമയം കഴിഞ്ഞിട്ട് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ത്രിസന്ധ്യ സമയത്ത് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഈശ്വരാരാധനയിൽ മുഴുകിയിരിക്കണമെന്നാണ് കശ്യപ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ത്രിസന്ധ്യ സമയത്ത് അന്തരീക്ഷത്തിൽ ശിവഭഗവാൻ തൻ്റെ തമോഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ആ കോപത്തോടു കൂടിയിട്ടുള്ള ശ്രീരുദ്രമൂർത്തിയായിട്ട് കാളയുടെ പുറത്തിരുന്ന് തൻ്റെ ഭൂതഗണങ്ങളൊക്കെ ചുറ്റപ്പെട്ട് അവരൊക്കെ കൂടെ നിന്നുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. അതുമാത്രമല്ല, തൃക്കണ്ണ് തുറന്നുകൊണ്ട് ലോകം മുഴുവനും നോക്കിക്കാണുകയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ദൃഷ്ടിയാണ് എല്ലായിടത്തും പതിയുന്നത്.
പിന്നെ ഭഗവാനും ഭൂതഗണങ്ങളും ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ നടക്കുകയാണ്. ആ സമയത്ത് ഘോരമായ ശബ്ദങ്ങളും ഭയാനകമായ കാഴ്ചകളും അത് മഹർഷിവര്യന്മാര്, ആ ഒരു അതീന്ദ്രിയമായ കഴിവുള്ള മഹർഷിവര്യന്മാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ വിടുവിച്ച് മനസ്സ് ഭഗവാനിൽ ചേർത്ത് വെച്ചുകൊണ്ട് വിളക്ക് വെച്ച് നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിയേണ്ട ഒരു സമയമാണ് ഈ ത്രിസന്ധ്യ സമയം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ആഗ്രഹത്തിൽ തെറ്റില്ല, പക്ഷേ ഈ സമയമാണ് മോശം. അപ്പോൾ ഈ സമയം കഴിയുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് ദിദിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അവർക്ക് ആ വികാരത്തെ അടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മഹർഷി ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അതിലൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ പത്നി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി, ഇത്രമാത്രം ആത്മീയമായ അറിവും ജ്ഞാനവും ഒക്കെ നേടിയിട്ടുള്ള ദിതി അവർക്ക് ആ വികാരത്തെ, ഈ ആഗ്രഹത്തെ ആ സമയത്ത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇത് പ്രകൃതി നിശ്ചയമാണ്, ഇത് വിധിയാണ്, ഇതിനെ തടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ വരില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഈ സമയത്ത് ഇത് പാടില്ല എന്ന് ദിദിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരത്രയും മാത്രം ആ ഒരു ആത്മീയമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കത് അറിയാം. അതറിഞ്ഞിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടും ഈ സമയം അതിനനുയോജ്യമല്ല, അതിൻ്റെ കാരണസഹിതം പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് വിധിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഇത് പ്രകൃതിയുടെ ഇച്ഛയാണ്, ഇതിവിടെ സംഭവിക്കണം എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ കശ്യപ മഹർഷി ആ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് ആ പ്രകൃതി ഈശ്വരിയെ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയോടൊപ്പം ശയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം കുളിച്ച് സ്നാനം ചെയ്തു വന്ന് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് നിൽക്കെ ദിതി, പത്നിയായ ദിതി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് തെറ്റ് സംഭവിച്ചു പോയി എന്നവർക്ക് മനസ്സിലായി. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരിയുടെ ഭർത്താവും കൂടിയാണ്. അപ്പോൾ ഒരു സഹോദര സ്ഥാനമാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അപ്പോൾ തെറ്റ് സംഭവിച്ചു പോയി എന്ന് മനസ്സിലായി. ആ കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ ദിതി കശ്യപ മഹർഷിയോട് പറയാണ്, അങ്ങ് പ്രാർത്ഥിക്കണം ശിവഭഗവാനോട്. ഭഗവാൻ കോപിച്ചിട്ട് തൻ്റെ ഉദരത്തിൽ വളരുന്ന ആ ഒരു ഭ്രൂണം, ആ കുഞ്ഞിനെ, ആ ഗർഭത്തെ ഭഗവാൻ നശിപ്പിച്ചു കളയുമോ എന്നൊരു ഭയം ദിതിക്കുണ്ടായി. അപ്പോൾ കശ്യപ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ്, ഭഗവാനോട് പ്രാർത്ഥിക്കണം, തന്നെ ശിക്ഷിക്കരുതേ, തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അത്രയും പറഞ്ഞിട്ട് ദിതി തന്നെ സ്വയം ആ ശിവഭഗവാനെ നമസ്കരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, തെറ്റ് ചെയ്താൽ കൂടിയും ആ പ്രായശ്ചിത്തം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്ത മനസ്സുള്ളവരെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്ന ഭഗവാനെ, എൻ്റെ തെറ്റിനെ എന്നോട് ക്ഷമിച്ച് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കണേ എന്ന് ദിതി പ്രാർത്ഥിക്കുകയാണ്. അത്രയും ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, 35 ശ്ലോകം വരെ. ഇനി ശ്ലോകം 36. സ നഹ പ്രസീദതാം ഭാമഃ ഭഗവാൻ ഉരു അനുഗ്രഹ വ്യദസ്യ അഭി അനുകമ്പ്യാനാം സ്ത്രീണാം ദേവ സദീപതി. സ നഹ പ്രസീദതാം ഭാമഃ ഭഗവൻ ഉരു അനുഗ്രഹ വ്യാദസ്യ അഭി അനുകമ്പ്യാനാം സ്ത്രീണാം ദേവ സദീപതി. സഹ അതായത് നഹ, അതായത് ആ ശിവഭഗവാനെയാണ് വിളിക്കുന്നത്. അദ്ദേഹം ദേവ സദീപതി, സതിയുടെ പതിയായിട്ടുള്ള, തൻ്റെ സഹോദരിയായിട്ടുള്ള സതിയുടെ ഭർത്താവായിട്ടുള്ള ദേവഹ എന്ന് വെച്ചാൽ സാക്ഷാൽ ശിവഭഗവാൻ ശ്രീരുദ്രമൂർത്തിയായി നിന്നുകൊണ്ട് ഭാമഹ എന്ന് വെച്ചാൽ എൻ്റെ സഹോദരിയുടെ, ഇപ്പം ദിതിയാണ് പറയുന്നത് മഹർഷിയുടെ, എൻ്റെ സഹോദരിയുടെ ഭർത്താവും ഭഗവാൻ ഒരു അനുഗ്രഹ, വളരെയധികം അനുഗ്രഹം ചൊരിയുന്ന കാരുണ്യവാനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ആ ശിവഭഗവാൻ, സതിയുടെ പതിയും തൻ്റെ സഹോദരിയായ സതിയുടെ പതിയായിട്ടുള്ള ആ ശിവഭഗവാൻ നഹ, നമ്മളെ പ്രസീദത, നമ്മളിൽ പ്രസാദിക്കട്ടെ, നമ്മളോട് ക്ഷമിച്ച്, നമ്മൾ ചെയ്ത ഈ തെറ്റിൽ ക്ഷമിച്ച് നമ്മളോട് പ്രസാദിക്കട്ടെ. എന്നിട്ട് പറയാണ് വ്യാദസ്യ അഭി അനുകമ്പ്യാനാം സ്ത്രീണാം, അതായത് വ്യാദസ്യ എന്ന് പറഞ്ഞാൽ വേട്ടക്കാർ എന്നാണ്. കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടുന്ന ആ ഒരു, അവരുടെ മനസ്സറിയാലോ, കൊന്നൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് മൃഗങ്ങളെ. അപ്പോൾ ആ ഒരു ക്രൂര മനസ്സുള്ള വേട്ടക്കാർക്ക് പോലും അഭി അനുകമ്പ്യാനാം സ്ത്രീണാം, അനുകമ്പ തോന്നുന്നത് സ്ത്രീകളോടാണ്. അവർ പോലും സ്ത്രീകളെ ഉപദ്രവിക്കാറില്ല. സ്ത്രീകളോടൊരു ദയ അവർക്ക് തോന്നാറുണ്ട്. ആ വേട്ടക്കാർക്ക് പോലും അവരെ പോലും വെറുതെ വിടും. അവർ പോലും സ്ത്രീകളെ വെറുതെ വിടും ദയ തോന്നിയിട്ട്.
അപ്പോൾ വേട്ടക്കാർക്ക് പോലും അനുകമ്പ തോന്നി, ദയ തോന്നി വെറുതെ വിടുന്ന സ്ത്രീകളായിട്ടുള്ള അതിൽ ഒരാളായിട്ടുള്ള എന്നോട്, ഞാൻ ചെയ്ത ഈ തെറ്റിൽ ഭഗവാൻ എന്നോട് ക്ഷമിച്ച് നമ്മളിൽ പ്രസാദിക്കും എന്ന് തന്നെ ദിതി പറയാണ് കശ്യപ മഹർഷിയോട്. അപ്പോൾ ഭർത്താവിനോട് പറയാണ്, അദ്ദേഹം എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്, അതുകൊണ്ട് അത് മാത്രമല്ല എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന കാരുണ്യവാനാണ് ശ്രീ മഹാദേവൻ. അതുകൊണ്ട് വേട്ടക്കാർക്ക് പോലും ദയ തോന്നുന്ന, വേട്ടക്കാർക്ക് പോലും അനുകമ്പ തോന്നുന്ന സ്ത്രീകളിൽ പെടുന്ന എന്നോട് ഭഗവാൻ തീർച്ചയായും ക്ഷമിച്ച് നമ്മളിൽ പ്രസാദിക്കുമെന്ന് പറയുകയാണ്. ശ്ലോകം 37 മൈത്രേയ മഹർഷി തുടർന്ന്, അപ്പൊ ദിതിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് കശ്യപ മഹർഷി എന്താണ് മറുപടി പറയുന്നത് അത് മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മൈത്രേയ ഉവാച സ്വസർഗസ്യ ആശിഷം ലോക്യാം ആശാസനാം പ്രവേപതീം നിവൃത്ത സന്ധ്യാനിയമഃ ഭാര്യാം ആഹ പ്രജാപതി. സ്വസർഗസ്യ ആശിഷം ലോക്യാം ആശാസാനാം പ്രവേപതി നിവൃത്ത സന്ധ്യാനിയമഃ ഭാര്യാം ആഹ പ്രജാപതി. സ്വസർഗസ്യ, അതായത് തനിക്ക് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞ്, ആശിഷം എന്ന് വെച്ചാൽ നല്ലത്, എല്ലാ ആശീർവാദങ്ങളും നല്ലത് സംഭവിക്കണമെന്ന്, ലോകാം ഈ ലോകത്തിലെ, ആശാസനാം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന, പ്രവേപതി എന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുക, ഭഗവാൻ ശിവൻ തന്നോട് കോപിച്ച് ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് വിറച്ചിരിക്കുന്ന ആ ദിതി, അതോടൊപ്പം ആ പേടിയും ഉണ്ട്, അതോടൊപ്പം തൻ്റെ കുഞ്ഞ് ഈ ലോകത്ത് എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി, അവന് നല്ലത്, തൻ്റെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞ് ഈ ലോകത്ത് എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ, അവർക്ക് നല്ലത് വരുന്നത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദിതി, ആ ദിതിയോട് നിവൃത്ത സന്ധ്യാനിയമഃ, സന്ധ്യാനിയമം, സന്ധ്യാസമയത്തുള്ള എല്ലാ പൂജാതി കർമ്മങ്ങളും നാമജപങ്ങളും നിവൃത്ത അവസാനിപ്പിച്ച് ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം സ്വന്തം ഭാര്യയായിട്ടുള്ള ദിതിയോട് പ്രജാപതി കശ്യപ മഹർഷി ആഹാ ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ കശ്യപ മഹർഷിയുടെ മുന്നിൽ ദിതി നിൽക്കുന്നത് പേടിച്ചിട്ടാണ്. ശിവഭഗവാന്റെ കോപം ഏൽക്കുമോ, കുഞ്ഞ് നശിച്ചു പോകുമോ എന്ന് പേടിയുണ്ട്, അതോടൊപ്പം ആ കുഞ്ഞ് ഈ ലോകത്തിൽ നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ രണ്ട് പേടിയും ഉണ്ട്. ആ ആഗ്രഹത്തോടു കൂടി തൻ്റെ മുന്നിൽ വിഷമിച്ചു നിൽക്കുന്ന ദിതിയോട് കശ്യപ മഹർഷി എല്ലാ സന്ധ്യാകർമ്മങ്ങളും പൂർത്തിയാക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു. മഹർഷി എന്താണ് പറഞ്ഞത്? ശ്ലോകം 38. കശ്യപ ഉവാച, കശ്യപ മഹർഷി പറയുന്നു, അപ്രായത്യാത് ആത്മനഃ തേ അപ്രായത്യാത് ആത്മനഃ തേ ദോഷാത് മൗഹൂർത്തികാദ് ഉദഃ മത് നിദേശ അതിചാരേണ ദേവാനാം ച അതിഹേളനാത്. ഇവിടെ കശ്യപ മഹർഷി പറയുന്നത് 38, 39, 40, 41 ഈ ശ്ലോകങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും പൂർണ്ണമായ അർത്ഥം മനസ്സിലാവുക കേട്ടോ. ഇതിപ്പോൾ പൂർണ്ണമായിട്ടില്ല അർത്ഥം. ഇതിൻ്റെ കൂടെ 38ൻ്റെ കൂടെ 39 കൂടി ഒരുമിച്ച് വായിക്കാം, പിന്നെ 40, 41 ഒരുമിച്ച് വായിക്കാം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുക. അപ്രായത്യാത് ആത്മനഃ തേ ദോഷാത് മൗഹൂർത്തികാത് ഉദഃ മത് നിദേശ അതിചാരേണ ദേവാനാം ച അതിഹേളനാത്. ഇനി ശ്ലോകം 39. ഭവിഷ്യതഃ തവ അഭദ്രൗ അഭദ്രേ ജാഡര അധമഃ ലോകാൻ സപാലാൻ ത്രീൻ ചണ്ഡീൻ മുഹു അക്രന്ദയിഷ്യതഃ ഭവിഷ്യതഃ തവ അഭദ്രൗ അഭദ്രേ ജാഡര അധമൗ ലോകാൻ സപാലാൻ ത്രീൻ ചണ്ഡി മുഹു ആക്രന്ദയിഷ്യതഃ. ഇതിൻ്റെ അർത്ഥം കശ്യപ മഹർഷി പറയാണ്, അപ്രായത്യാത്, അതായത് അഴുക്ക് മൂലം, ആത്മനഃ മനസ്സിൻ്റെ, തേ നിന്റെ, ദോഷാത് മൗഹൂർത്തികാത് ഈ സമയദോഷം കൊണ്ട്, നമുക്കൊരു സമയദോഷം വരുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സ് തെറ്റായ വഴിക്കൊക്കെ ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ആ സമയദോഷാത് മൗഹൂർത്തികാത് ഈ മുഹൂർത്തത്തിൻ്റെ ദോഷത്താൽ, ഈ സമയത്തിൻ്റെ ദോഷത്താൽ, അതായത് ഉദഹ എന്ന് വെച്ചാൽ അർത്ഥം ആയതിനാൽ, അതുകൊണ്ട് ദോഷാത് മൗഹൂർത്തികാത് ഉദഹ ഈ സമയദോഷം ഉള്ളത് കൊണ്ട് തന്നെ നിന്റെ മനസ്സിൽ തോന്നിയ അപ്രായത്യാത് ഈ മാലിന്യം മൂലം, മത് നിദേശ അതിചാരേണ എൻ്റെ നിർദ്ദേശത്തെ അതിചാരേണ നീ അവഗണിച്ചു. അതുമാത്രമല്ല ദേവാനാം സാക്ഷാൽ ആ ശിവമഹാദേവനെയും അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളെയും അതിഹേളനാഥ് അവഹേളിക്കുകയും ചെയ്തു.
അപ്പോൾ നിന്റെ സമയദോഷം കൊണ്ട്, ദിദിയോട് പറയാണ്, നിന്റെ സമയദോഷം കൊണ്ട്, അതാണ് ദോഷാത് മൗഹൂർത്തികാത് ഉദഹ, നിന്റെ സമയദോഷം മൂലം നിന്റെ മനസ്സിൽ തോന്നിയ ഈ അഴുക്ക്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ആ സമയത്ത് ചെയ്തു. അപ്പം ആ മനസ്സിൽ തോന്നിയ അഴുക്ക് എന്ന് വെച്ചാൽ ആഗ്രഹം, അതിനോടുള്ള ആ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് അവിടെ മാലിന്യം എന്ന് പറയുന്നത്. ആ ആഗ്രഹത്തെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ആ മാലിന്യം മൂലം നീ എൻ്റെ നിർദ്ദേശത്തെയും മതനിർദ്ദേശ അതിചാരേണ അവഗണിച്ചു. അതുമാത്രമല്ല, ഭഗവാനെയും ഭഗവാന്റെ ഭൂതഗണങ്ങളെയും നീ അവഹേളിക്കുകയും ചെയ്തു. കാരണം ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് ലോകത്തെ മുഴുവനും നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കർമ്മം, ഈ ഒരു തെറ്റായ കർമ്മം അവിടെ നിർവഹിച്ചത്. അപ്പൊ അവരെ നീ അവഹേളിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഭവിഷ്യതഃ, വന്നു ഭവിക്കുമെന്ന്. വന്നു ഭവിക്കും എന്ന് വെച്ചാൽ ജനിക്കും. തവ, നിനക്ക്. അഭദ്രവ്, അഭദ്രവ് എന്ന് വെച്ചാൽ 2 അസുരന്മാരായ പുത്രന്മാർ നിനക്ക് ജനിക്കും. അഭദ്രേ, അഭദ്രേ എന്ന് വെച്ചാൽ ഭാഗ്യം കെട്ടവളെ എന്ന് ദിദീനെ വിളിക്കുകയാണ്, നിർഭാഗ്യവതിയായവളെ. അതും ജാഡര അധമൗ, ജാഡര അധമൗ എന്ന് വെച്ചാൽ നിന്റെ ഗർഭത്തിൽ, അല്ലയോ നിർഭാഗ്യവതിയായവളെ, നിന്റെ ഗർഭത്തിൽ 2 അസുരന്മാരായിട്ടുള്ള ആസുരിക ചിന്തയോടുകൂടിയ 2 പുത്രന്മാർ വന്ന് ജനിക്കും. ഇനി എന്താ സംഭവിക്കുക അവർ ജനിച്ചാൽ? ലോകാൻ സപാലാൻ ത്രീൻ, ലോകാൻ ത്രീൻ ലോകാൻ, 3 ലോകങ്ങളും സപാലഹ, അതിനെ പാലിക്കുന്ന ലോകരക്ഷകന്മാരും അല്ലെങ്കിൽ ലോകപാലകന്മാരും എല്ലാവരും. ചണ്ഡി, ചണ്ഡി എന്ന് വെച്ചാൽ ദിദിയെ വിളിക്കാണ്, അല്ലയോ ധിക്കാരിയായവളെ, ഇവിടെ എല്ലാവരെയും 3 ലോകങ്ങളെയും 3 ലോകങ്ങളിലുള്ള സർവചരാചരങ്ങളെയും ലോകപാലകന്മാരായ ദേവന്മാരെയും ഒക്കെ മുഹുഹു, വീണ്ടും വീണ്ടും നിരന്തരം ആക്രന്തയിഷ്യതഃ, ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും നിന്റെ ആ 2 മക്കള്. അതാണ് ശാപം, അതാണ് വന്ന് ഭവിച്ചത്. അതായത് അല്ലയോ ദിദി, നിന്റെ സമയദോഷം മൂലം നിനക്ക് ആ സമയത്ത് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. നിന്റെ മനസ്സിൽ വന്നു പോയ ആ ഒരു മാലിന്യം നിമിത്തം നീ എൻ്റെ വാക്കുകളും അവഗണിച്ചു. അതോടൊപ്പം മഹാദേവന്റെ, ഭഗവാനെയും ഭഗവാന്റെ ഭൂതഗണങ്ങളെയും അവഹേളിക്കുകയും ചെയ്തു. തത്ഫലമായി നിന്റെ ഗർഭത്തിൽ 2 അസുരന്മാരായ പുത്രന്മാർ വന്ന് ജനിക്കും. അവർ മൂലം നിരന്തരമായി ഈ 3 ത്രിലോകങ്ങളും ത്രിലോകങ്ങളിലെ സർവചരാചരങ്ങളും ലോക സംരക്ഷകന്മാരായ ദേവന്മാരെല്ലാം നിരന്തരം ദുഃഖിക്കേണ്ടി വരുന്നു. അവർ മൂലം, അവരുടെ ക്രൂരകർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ മൂലം സർവചരാചരങ്ങളും ത്രിലോകങ്ങളും ദുഃഖിച്ചുകൊണ്ടേയിരിക്കും നിരന്തരം. അതാണ് ആ പറഞ്ഞത്. ഇനി 40, 41 അതിൻ്റെ ബാക്കി. പ്രാണീനാം ഹന്യമാനാനാം ദീനാനാം അകൃത അഗസാം സ്ത്രീണാം നിഗൃഹ്യമാനാനാം കോപിതേഷു മഹാത്മസു. 41 തഥാ വിശ്വേശ്വര ക്രുദ്ധഃ ഭഗവാൻ ലോകഭാവനഃ ഹനിഷ്യതി അവതീര്യ അസൗ യഥാ അദ്രീൻ ശതപർവദൃക്. പ്രാണീനാം ഹന്യമാനാനാം ദീനാനാം അകൃത അഗസാം സ്ത്രീണാം നിഗൃഹ്യമാനാനാം കോപിതേഷു മഹാത്മസു തഥാ വിശ്വേശ്വരഃ ക്രുദ്ധഃ ഭഗവൻ ലോകഭാവനഃ ഹനിഷ്യതി അവതീര്യ അസൗ യഥാ അദ്രീൻ ശതപർവദൃക്. അതായത് ശ്ലോകം 40. പ്രാണീന, അപ്പോൾ അവർ മൂലം ഈ ലോകം മുഴുവൻ ദുഃഖിക്കും എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അതിൻ്റെ ബാക്കി പറയാണ് സർവപ്രാണികളും, പ്രാണീനാന്ന് വെച്ചാൽ ഈ ത്രിലോകങ്ങളിലുമുള്ള സർവചരാചരങ്ങളും സകല ജീവപ്രാണികളും ദീനാനാം പാവപ്പെട്ട അകൃത അഗസാം ഒരു തെറ്റും ചെയ്യാത്ത, അകൃത അഗസാം എന്ന് വെച്ചാൽ ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട സർവചരാചരങ്ങളും സകലരും ഹന്യമാനാനാം അവർ മൂലം കൊല്ലപ്പെടുന്നു. അതായത് ആ 2 അസുരന്മാരായ നിന്റെ പുത്രന്മാർ ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട എല്ലാ ജീവപ്രാണികളെയും കൊന്നൊടുക്കാൻ തുടങ്ങും. പിന്നെ സ്ത്രീണാം നിഗൃഹ്യമാനാനാം സ്ത്രീകളെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കും. ഇതെല്ലാം കണ്ട് കോപിതേഷു മഹാത്മസു മഹാത്മാക്കളായിട്ടുള്ള ഋഷിവര്യന്മാർ എല്ലാം കോപിഷ്ഠരാവും. ഇവരുടെ ഈ ദുഷ്കർമ്മം കണ്ട് മഹാന്മാരായ ഋഷികള് കോപിഷ്ഠരാവുകയും ചെയ്യും. തതഹ, അപ്പോൾ വിശ്വേശ്വര, ഈ വിശ്വത്തിന്റെ ഈശ്വരനായിട്ടുള്ള ലോകഭാവന ലോകത്തിന്റെ സംരക്ഷകനായിട്ടുള്ള ഭഗവാൻ ശ്രീഹരി ക്രുദ്ധഃ കോപിഷ്ഠനായിട്ട് ഹനിഷ്യതി കൊന്നൊടുക്കും അവർ 2 പേരെയും അവതീര്യ അസൗ അതിനായി ഭഗവാൻ ശ്രീഹരി അവതരിക്കും, എന്നിട്ട് അവരെ വധിക്കും. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്, യഥാ അതുപോലെ അദ്രീൻ പർവ്വതങ്ങളെ ശതപർവദൃക്. ശതപർവദൃക് എന്ന് വെച്ചാൽ ഇന്ദ്രദേവൻ, ദേവേന്ദ്രൻ എങ്ങനെയാണോ നിഷ്പ്രയാസം പർവ്വതങ്ങളെ ഇല്ലാതാക്കിയത്, അതുപോലെ ഭഗവാൻ ശ്രീഹരി ഭൂമിയിൽ അവതരിച്ചുകൊണ്ട്
ആ 2 അസുരന്മാരെയും വധിക്കും. ഇതായിരുന്നു കശ്യപ മഹർഷി പറഞ്ഞത്. അപ്പോൾ 38 തൊട്ട് 41 വരെയുള്ള ശ്ലോകങ്ങൾ. നിന്റെ ഈ സമയദോഷത്താൽ നിന്റെ മനസ്സിൽ തോന്നിയ ഈ ഒരു ആഗ്രഹം, അതുമൂലം ഈ ഒരു മാലിന്യം മൂലം എൻ്റെ വാക്കുകളെയും നീ അവഗണിച്ചു. അതുമാത്രമല്ല ഭഗവാൻ മഹാദേവനെയും അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളെയും നീ അവഹേളിച്ചു. തത്ഫലമായി നിന്റെ ഗർഭത്തിൽ 2 അസുരപുത്രന്മാരാണ് ഇനി ജനിക്കാൻ പോകുന്നത്. അവർ മൂലം ഈ ത്രിലോകങ്ങളും സർവചരാചരങ്ങളും ലോകപാലകന്മാരായ ദേവന്മാരും നിരന്തരം ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. ലോകത്തിൽ നാശം വിതയ്ക്കുന്നവരായിരിക്കും ആ 2 പുത്രന്മാരും. അവര് പാവപ്പെട്ട സാധുക്കളായ സകല പ്രാണികളെയും കൊന്നൊടുക്കാൻ തുടങ്ങും. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങും. ഇതെല്ലാം കണ്ട് മഹർഷീശ്വരന്മാരെല്ലാം കോപിഷ്ഠരാകും. ഈ സമയത്ത് ഭഗവാൻ ശ്രീഹരി കോപിഷ്ഠനായിട്ട് ഭൂമിയിൽ അവതരിക്കുകയാണ്. എന്നിട്ട് അവതരിച്ചുകൊണ്ട് ഈ 2 നിന്റെ പുത്രന്മാരായ ഈ 2 അസുരന്മാരെയും വധിക്കും. ദേവേന്ദ്രൻ എങ്ങനെയാണോ നിഷ്പ്രയാസം പർവ്വതങ്ങളെ ഇല്ലാതാക്കിയത്, അതുപോലെ ഭഗവാൻ അവതരിച്ചുകൊണ്ട് നിഷ്പ്രയാസം ഈ 2 പുത്രന്മാരെയും വധിക്കും. ഇതാണ് കശ്യപ മഹർഷി പറഞ്ഞത്. അതുവരെ ദിതിയുടെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഭഗവാൻ ഈ ഭ്രൂണത്തെ ഇല്ലാതാക്കുമോ, ഈ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുമോ എന്നായിരുന്നു പേടി. ഈ വാക്കുകൾ കശ്യപ മഹർഷി പറയുന്നത് കേട്ടപ്പോൾ ദിതിക്ക് വളരെയധികം സന്തോഷമായി. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ 2 പുത്രന്മാർ എന്തായാലും ജനിക്കാൻ പോകുന്ന ഈ മക്കള് സത്സ്വഭാവികളായിരിക്കില്ല. കാരണം നല്ലൊരു സമയത്ത് ഈശ്വരേച്ഛയാൽ ജനിച്ചതല്ല ഇവര്, ഭഗവാന്റെ ഇഷ്ടത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി പിറന്ന മക്കളല്ല. അപ്പോൾ ഉണ്ടായവരല്ല, സൃഷ്ടിക്കപ്പെട്ടവരല്ല. അപ്പം അതുകൊണ്ട് ഇവരെ ലോകത്തിന് നാശം വിതയ്ക്കുമെന്ന് കേട്ടു. പക്ഷേ ഇവർ ഭഗവാന്റെ കൈകൊണ്ടാണ് വധിക്കപ്പെടുക എന്നുള്ള ആ വാക്കുകൾ അത് ദിതിക്ക് വളരെയധികം സന്തോഷം നൽകുന്നതായിരുന്നു. അതാണ് കാരണം, ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ആളുടെ പൂർണ്ണമായ അഹങ്കാരം അതോടുകൂടി ഇല്ലാതായി എന്നാണ് അർത്ഥം. അഹം ശമിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ അഹങ്കാരം ശമിക്കുന്നത് അപ്പോൾ അവൻ മോക്ഷത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ മറ്റാരാലും വധിക്കപ്പെടാതെ ഭഗവാൻ ശ്രീഹരിയാൽ വധിക്കപ്പെടുക, മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് എത്രയും ഭാഗ്യമാണ്. അതോടുകൂടി എൻ്റെ 2 പുത്രന്മാർക്കും മോക്ഷം ലഭിക്കുമല്ലോ, ആ സായുജ്യം ലഭിക്കുമല്ലോ. അപ്പോൾ അതാണ് അവർക്ക് ഏറ്റവും, അപ്പം ആ അമ്മ ഏറ്റവും അധികം സന്തോഷിച്ചത് ആ വാക്കുകൾ കേട്ടിട്ടാണ്. അതാണ് ശ്ലോകം 42 പറയുന്നത്. ദിതി ഉവാച വദം ഭഗവത സാക്ഷാത് സുനാഭ ഉദാര ബാഹുന ആശാസേ പുത്രയോഹോ മഹ്യം മാ ക്രുധാത് ബ്രാഹ്മണാത് വിഭോ. വദം ഭഗവത സാക്ഷാത് സുനാഭ ഉദാര ബാഹുന ആശാസേ പുത്രയോഹോ മഹ്യം മാ ക്രുധാത് ബ്രാഹ്മണാത് വിഭോ. വദം അതായത് വധിക്കപ്പെടും, ഭഗവത സാക്ഷാൽ ഭഗവാനാൽ, സുനാഭ ഭഗവാന്റെ സുനാഭ എന്ന് വെച്ചാൽ സുദർശന ചക്രം, ഉദാരബാഹുന ഭഗവാന്റെ കയ്യിലുള്ള മഹത്തായ, ഉദാരബാഹുന എന്ന് വെച്ചാൽ മഹത്തായ കൈകൾ, ആ ശ്രേഷ്ഠമായ ഭഗവാന്റെ കൈകളിലുള്ള സുദർശന ചക്രത്താൽ തൻ്റെ പുത്രന്മാർ വധിക്കപ്പെടുകയാണെങ്കിൽ ആശാസേ ഞാനത് ആഗ്രഹിക്കുന്നു. പുത്രയോഹോ മഹ്യം, മഹ്യം എന്ന് വെച്ചാൽ എൻ്റെ പുത്രന്മാർ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രത്താൽ വധിക്കപ്പെടുമെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് വേണ്ടത്, ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ് മാ അരുത്, ക്രൂതാത് കോപത്തോടു കൂടി ഇരിക്കുന്ന, ബ്രാഹ്മണാത് കോപത്തോടു കൂടി, ഒരു ബ്രാഹ്മണ ശാപത്താൽ, ബ്രാഹ്മണ കോപത്താൽ എൻ്റെ മക്കൾക്ക് മരണം സംഭവിക്കരുത്. വിഭോ അല്ലയോ പ്രഭു. അതായത് കശ്യപ മഹർഷിയെ വിളിക്കുകയാണ്, അല്ലയോ പ്രഭു, എൻ്റെ മക്കള് ആ ഭഗവാന്റെ ശ്രേഷ്ഠമായ കൈകളിൽ ഇരിക്കുന്ന സുദർശന ചക്രത്താൽ വധിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരൊരിക്കലും ഒരു ബ്രാഹ്മണ ശാപത്താൽ മരിക്കരുത്, വധിക്കപ്പെടരുത് എന്നാണ് പറയുന്നത്. അത് അപ്പോൾ ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെടുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ദിതി അവിടെ കാണുന്നത്. അപ്പോൾ ആ മക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം, ആ പുണ്യമായിട്ടാണ് അത് കാണുന്നത്. അതുകൊണ്ട് അത് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എൻ്റെ മക്കൾ ഒരിക്കലും ബ്രാഹ്മണ ശാപത്താൽ മരിക്കരുത് എന്ന് പറയുന്നു. അതിന് കാരണം എന്താന്നുള്ളതാണ് ശ്ലോകം 43 പറയുന്നത്. ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭയദസ്യ ച നാരകാച അനുഗൃഹണാന്തി യാം യാം യോനിം അസൗഗതഃ. ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭയദസ്യ ച നാരകാച അനുഗൃഹണന്തി യം യം യോനി അസൗഗതഃ. അതായത്
ബ്രഹ്മദണ്ഡ ദഗ്ധസ്യ, അതായത് ഒരു ബ്രാഹ്മണന്റെ ശാപത്താൽ ദഗ്ധസ്യ എന്ന് വെച്ചാൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ശാപം സംഭവിക്കുകയാണെങ്കിൽ, ഭൂതഭയദസ്യ, സകല ചരാചരങ്ങൾക്കും ഭയമുണ്ടാക്കുന്ന, അതായത് സർവചരാചരങ്ങളെയും ഭയപ്പെടുത്തി അവരെയൊക്കെ ദ്രോഹിക്കുന്ന ഒരുവൻ ഒരു ബ്രാഹ്മണ ശാപത്താൽ മരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാം? നരക ച അനുഗ്രഹണന്തി, നരകത്തിലുള്ളവർ പോലും അവരെ ച അനുഗ്രഹണന്തി എന്ന് വെച്ചാൽ അനുഗ്രഹിക്കില്ല എന്നത്. നരകത്തിൽ വസിക്കുന്നവർ തെറ്റ് ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ വസിക്കുന്നവർ പോലും അവരെ ബ്രാഹ്മണ ശാപം ഏറ്റുകഴിഞ്ഞാൽ അവരെ അനുഗ്രഹിക്കുകയില്ല. പിന്നെ അത് മാത്രമല്ല യം, അതായത് പിന്നെയും പിന്നെയും അവര് യോനിയും അതേപോലെ ആസുരികമായ യോനിയിൽ, അതായത് ആസുരികമായ ചിന്തയുള്ള അച്ഛനമ്മമാരുടെ പുത്രനോ പുത്രിയോ ആയിട്ട് അസൗ അവർ വീണ്ടും ജനിക്കും. അങ്ങനെ ന ഗതഃ, മോക്ഷം അവർക്കൊരിക്കലും, ഗത എന്ന് വെച്ചാൽ പരമമായ ഗതിയെ അവർക്ക് ലഭിക്കില്ല. എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ന ഗതഃ. അപ്പൊ പരമമായ ഗതിയെ അവർക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണ ശാപത്താൽ സർവചരാചരങ്ങളെയും ഉപദ്രവിച്ച് അങ്ങനെ ഒരു ബ്രാഹ്മണന്റെ ശാപം ഏറ്റിട്ടാണ് മരിക്കുന്നതെങ്കിൽ നരകം എന്ന ലോകത്തിൽ ഇരിക്കുന്നവർ പോലും അവരെ അനുഗ്രഹിക്കില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അവർ വീണ്ടും വീണ്ടും അവര് ആ അഹങ്കാരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്ത കർമ്മ പ്രാരാബ്ദങ്ങളെ അനുഭവിക്കാൻ വീണ്ടും ആസുരിക ചിന്തയുള്ള അച്ഛനമ്മമാരുടെ ആ യോനിയിൽ വന്ന് പിറന്ന് ഒരിക്കലും വളരെ അകലെയാവും. അവർക്ക് പരമമായ ഗതി, ആ മോക്ഷം എന്ന ഗതി അവരിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോകുന്നു. അത്രയും കർമ്മബന്ധങ്ങൾ വീണ്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ജനിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. ആ ജന്മത്തിൽ ചെയ്തു വെക്കുന്നത് കൂടി തോൾ സഞ്ചിയിലിടുകയാണ്, പ്രാരാബ്ദങ്ങൾ തോൾ സഞ്ചിയിലിടുകയാണ്. വീണ്ടും വീണ്ടും അങ്ങനെ ജനിച്ചു മരിച്ച് ഈ കാലചക്രത്തിൽപ്പെട്ട് ഉഴലുന്നു. മോക്ഷം പരമമായ ഗതി അവരിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മണ ശാപം ഏൽക്കരുത് എന്ന് പറയുന്നത്. ഭഗവാന്റെ കൈകൾ കൊണ്ടാണെങ്കിൽ പൂർണ്ണമായി അതിനും ഒരു യോഗ്യതയുണ്ട് അല്ലേ? ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിക്കാനും ഒരു യോഗ്യതയുണ്ട്. നമ്മൾ കൃഷ്ണന്റെ കഥ പറയുന്നിടത്തൊക്കെ കണ്ടിട്ടില്ലേ? പല സ്ഥലത്തും ഭഗവാൻ നേരിട്ട് വധിക്കാതെ ഭീമനെ കൊണ്ടും ഒക്കെയാണ് കൊന്നിരുന്നത്, അർജുനനെ കൊണ്ടൊക്കെയാണ് കൊല്ലിപ്പിച്ചിരുന്നത്. അതായത് ഭഗവാന്റെ കൈ കൊണ്ട് പോവാനും അവനൊരു യോഗ്യത വേണം, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ രണ്ട് പുത്രന്മാർക്കും ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് പിന്നെ മോക്ഷാണ്. പിന്നെ അവിടെ നിന്ന് വേറൊരു അഹങ്കാരത്തോടു കൂടി പിന്നെ ജനിക്കില്ല. സർവമായ ഈഗോയും അഹങ്കാരവും അതോടുകൂടി നശിച്ചില്ലാതായിട്ട് ആ ആത്മാവ് പോകുന്നത്. പിന്നെ അവന് മോക്ഷമാണ് ലഭിക്കുന്നത്, നേരെ വൈകുണ്ഠ പ്രാപ്തിയാണ് അവർക്ക് ലഭിക്കുക. അപ്പം അതുകൊണ്ട് അതൊരു മഹാഭാഗ്യമായിട്ടാണ് ദിതി കരുതിയത്. അപ്പം എൻ്റെ പുത്രന്മാർക്ക് ഒരിക്കലും ഇനി ഒരു ബ്രാഹ്മണ ശാപം ഏറ്റു മരിക്കരുത്. അങ്ങനെ സംഭവിച്ച അവർ വീണ്ടും വീണ്ടും ഈ ജനിമൃതികൾപ്പെട്ട് ഇവിടെ വന്നും പോയും ദുരിതം അനുഭവിച്ച് പ്രാരാബ്ദങ്ങൾ പേറിക്കൊണ്ടേയിരിക്കും. അപ്പം അതൊരിക്കലും സംഭവിക്കരുതെന്ന് ദിതി പ്രാർത്ഥിക്കുകയാണ് കശ്യപ മഹർഷിയോട്. അപ്പോൾ ശ്ലോകം 44-45 ഒരുമിച്ച്. അപ്പോൾ കശ്യപ മഹർഷി പറയുകയാണ്, ഇത് മാത്രമല്ല, ആ ഒരു നിമിഷത്തിൽ പ്രകൃതി നിശ്ചയമായിട്ട് ആ ഒരു ആഗ്രഹത്തെ അടക്കാൻ ദിതിക്ക് കഴിഞ്ഞില്ല. ഇത്രയും മാത്രം ആധ്യാത്മികമായ ജ്ഞാനം നേടി ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് പോലും ആ നിമിഷത്തെ തരണം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എങ്കിൽ പോലും ആ കർമ്മം അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ തോന്നിയ കുറ്റബോധം, അവരുടെ ഉള്ളിൽ തോന്നിയ ഒരു പ്രായശ്ചിത്ത മനോഭാവം, അവർ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ കാണിച്ചൊരു മനസ്സ്, അതുകൊണ്ടൊക്കെ ഒരു അനുഗ്രഹം കൂടി ദിതിക്ക് കൊടുക്കുകയാണ് അല്ലേ? ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത് അതാണ് ദിതിക്ക് അനുഗ്രഹമായി നൽകുന്നത്. ഒരു ഭാഗ്യം സ്വന്തം പുത്രന്മാർ ഭഗവാന്റെ കൈകൊണ്ടാണ് മരിക്കുക. അത് കേട്ടപ്പോഴാണ് ഏറ്റവും വലിയ, അതൊരു വളരെ സന്തോഷമായി ദിതിക്ക്. കാരണം അവർക്ക് അതോടുകൂടി മോക്ഷം കിട്ടും. രണ്ടാമതൊരു ഭാഗ്യം കൂടി, ഒരു അനുഗ്രഹം കൂടി കൊടുക്കുകയാണ് കശ്യപ മഹർഷി. അതാണ് 44-45 പറയുന്നത്. കശ്യപുവാച കൃതശോക അനുതാപേന സദ്യഃ പ്രതിവമർശനാത് ഭഗവതി ഊരുമാനാത് ച ഭവേ മയി അപി ച ആദരാത് പുത്രസ്യ ഏവ തു പുത്രാണാം ഭവിതാ ഏക സദാ മതഃ ഗാസ്യന്തി യദൃശഃ ശുദ്ധം ഭഗവത് യശസാ സമം. കൃതശോക അനുതാപേന സദ്യഃ പ്രതിവമർശനാത് ഭഗവതി ഉരുമാനാത് ച ഭവേ മയി അപി ച ആദരാത് പുത്രസ്യ ഏവ തു പുത്രാണാം ഭവിതാ ഏകഃ സദാ മതഃ
ഗാസ്യന്തി യദൃശഃ ശുദ്ധം ഭഗവത് യശസാ സമം. എന്താണ് പറയുന്ന മഹാഭാഗ്യം എന്തായിരിക്കും? ഊഹിക്കാമോ? എന്തായിരിക്കും ദിതിക്ക് കൊടുക്കാൻ പോകുന്നൊരു മഹാഭാഗ്യം? പ്രഹ്ലാദന്റെ ജനനം. അതാണ്. എന്താലേ, ഏതൊരു യുഗം, എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും, എത്ര 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞാലും ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അന്നും ഇന്നും ഒരൊറ്റ പേര് ആദ്യം പറയാ, അത് പ്രഹ്ലാദനാണ്. അങ്ങനെ ഒരു പൗത്രനാണ് ദിതിക്ക് ജനിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഭാഗ്യം കൂടി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലനിശ്ചയം എന്നോണം അവർക്ക് ആ സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശുദ്ധമായ ഒരു മനസ്സുള്ളൊരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞപ്പോഴും അവരുടെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി എന്നുള്ളൊരു ദുഃഖം അവർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അവരുടെ ആ പ്രായശ്ചിത്തം, അതുപോലെ തന്നെ ഭഗവാനോടുള്ള പ്രാർത്ഥന, ആ ഒരു ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയാനുള്ളൊരു മനസ്സ്, ഇതെല്ലാം കൊണ്ട് വലിയൊരു അനുഗ്രഹം അവർക്ക് നൽകുകയാണ്. അത് കൃതശോക അനുതാപേന, ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് വിഷമിച്ചു നിൽക്കുകയും, അതും എപ്പോൾ സദ്യഹ, വളരെ പെട്ടെന്ന് തന്നെ, പ്രതിവമർശനാത്, അതായത് പ്രതിവമർശനാത് എന്ന് വെച്ചാൽ ഉചിതമായ ഒരു തീരുമാനം, ഉചിതമായ ഒരു ചിന്ത, ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരെ സാത്വികമായ ഉചിതമായ ഒരു ചിന്തയുണ്ടായി ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് നിൽക്കുകയായിരുന്നു ദിതി. അതുകൊണ്ട് ഇനി അത് മാത്രമല്ല, ഭഗവതി ഉരുമാനാച്ച ഭവേ, ഭഗവതി എന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീഹരി മഹാവിഷ്ണു, ഭവേ എന്ന് വെച്ചാൽ മഹാദേവൻ, ഇവരോട് രണ്ടുപേരോടും ഉള്ളത് ഉരുമാനാച്ച, അതായത് അത്ര സമർപ്പിതമായിട്ടുള്ള പ്രാർത്ഥന, അതാണ് ആ ദിതിക്കുണ്ടായിരുന്നത്. മഹാദേവനോടും സാക്ഷാൽ ശ്രീഹരിയോടും പൂർണ്ണ അർപ്പണം ചെയ്തുകൊണ്ടുള്ള ദിതിയുടെ പ്രാർത്ഥന. അതുമാത്രമല്ല, മയി അബി എന്നിൽ മയി അബി ച ആദരാത്, എന്നോട് കാണിച്ച ആദരവ്, എൻ്റെ വാക്കുകളോട് കാണിച്ച ആദരവ്. ആദ്യം അവഗണിച്ചു എങ്കിൽ പോലും പിന്നീട് ദുഃഖം തോന്നിയില്ലേ? അപ്പൊ അങ്ങും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടില്ലേ? എൻ്റെ വാക്കുകളോട് എന്നോട് കാണിക്കുന്ന ആദരവ്, മഹാദേവനോടും ശ്രീഹരിയോടുമുള്ള സമർപ്പിതമായ ഭക്തി, ചെയ്ത തെറ്റിൽ ആ തെറ്റ് സംഭവിച്ച ഉടനെ തന്നെ വളരെ നല്ലൊരു ഉചിതമായൊരു ചിന്ത തോന്നി, അതിൽ ആ കുറ്റബോധം തോന്നി, പ്രായശ്ചിത്തം തോന്നി, പശ്ചാത്തപിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ കാണിച്ച ഒരു മനസ്സ്. അതുകൊണ്ട് തന്നെ ദിതിയോട് പറയാണ്, പുത്രാണ, നിന്റെ ഈ 2 പുത്രന്മാരിൽ ഒരാൾക്ക് പുത്രസ്യ ഏവ, ഒരു പുത്രൻ ഉണ്ടാവും, ഭവിതഹ എന്ന് വെച്ചാൽ ജനിക്കും, അത് ഏകസദാ മതഃ, ഏറ്റവും ഉത്തമനായ ഭഗവാന്റെ ഭക്തനായിരിക്കും. അത് മനസ്സിലായ? അതാണ് പ്രഹ്ലാദൻ. നിന്റെ ഈ 2 പുത്രന്മാരിൽ ഒരാൾക്ക് ഭഗവാന്റെ ഉത്തമ ഭക്തനായ പ്രഹ്ലാദൻ മകനായിട്ട് ജനിക്കും. പ്രഹ്ലാദൻ, ആ മകൻ ജനിക്കും, ഉത്തമ ഭക്തൻ ജനിക്കും, അവനാണ് പ്രഹ്ലാദൻ. അവന്റെ യശസ് യത് യശഃ, യദ്യശഃ എന്ന് വെച്ചാൽ യത് യശഃ, അവന്റെ യശസ്, അവന്റെ കീർത്തി ശുദ്ധം പരിശുദ്ധമായ അവന്റെ കീർത്തി, ഭഗവത് യശഃ, ഭഗവാൻ ശ്രീഹരിയുടെ യശസ്സിനെ സമം തുല്യമായിട്ട് ഗാസ്യന്തി, ലോകം മുഴുവൻ പ്രചരിക്കും. ഒരു കുഞ്ഞു ബാലനാണല്ലേ, അവന്റെ യശസ് ഭഗവാന്റെ യശസ്സിനോളം ലോകം മുഴുവൻ പ്രചരിക്കും. അവൻ ഭഗവാൻ തന്നെയായി മാറും, ഭഗവാന് തുല്യനായി മാറും എന്നാണ് പറയുന്നത്. ഇതിലും വലിയൊരു മഹാഭാഗ്യം ദിതിക്കിന് എന്ത് കിട്ടണം? മനസ്സിലായി? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെയ്ത തെറ്റ് സമ്മതിക്കാതെ, ഞാൻ ചെയ്തത് ഇപ്പോഴും ശരിയാണ് 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 എന്നിങ്ങനെ പറഞ്ഞിരിക്കാതെ, ഉടനടി അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിലൊരു കുറ്റബോധം തോന്നി, അതിലൊരു എന്താ പറയുക, പശ്ചാത്താപം തോന്നുകയും ചെയ്തു. അതോടൊപ്പം ഭഗവാനോടും മഹാദേവനോടുമുള്ള സമർപ്പിതമായ ഒരു ആരാധന, ഭക്തി, എൻ്റെ വാക്കുകളോടുള്ള ആദരവ്, കശ്യപ മഹർഷിയോടുള്ള ആദരവ്, ഇതെല്ലാം കൊണ്ട് നിന്റെ 2 പുത്രന്മാരിൽ ഒരാൾക്ക് ഭഗവാന്റെ ഉത്തമ ഭക്തൻ തന്നെ മകനായിട്ട് ജനിക്കും. അവൻ്റെ യശസ് ഭഗവാന്റെ യശസ്സിനോളം ഈ ലോകം മുഴുവൻ പ്രസരിക്കുകയും ചെയ്യുമെന്നൊരു അനുഗ്രഹം കൂടി ലഭിച്ചു. അപ്പം 2 പുത്രന്മാർക്കും ഭഗവാന്റെ കയ്യിലുള്ള വധം, പ്രഹ്ലാദൻ പൗത്രനായിട്ട് ജനിക്കുമെന്നുള്ള അനുഗ്രഹവും, ഇത് രണ്ടുമാണ് കേട്ടത്. ഇനി ശ്ലോകം 46, 47, 48 പ്രഹ്ലാദന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് കശ്യപ ജനിക്കാൻ പോകുന്ന പൗത്രന്റെ മക്കൾ വരെ ജനിച്ചിട്ടില്ല. ഇപ്പോൾ അവരുടെ പുത്രനായിട്ട്, അതിൽ ഹിരണ്യകശിപുവിന്റെ പുത്രനായിട്ട് ജനിക്കാൻ പോകുന്ന പ്രഹ്ലാദന്റെ മഹാത്മ്യത്തെ കുറിച്ച്
കശ്യപ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. യോഗൈഹി ഹേമ ഇവ ദുർവർണം ഭാവയിഷ്യന്തി സാധവഃ നിർവൈര ആദിഭിഹി ആത്മാനം യത് ശീലം അനുവർത്തിതം. അതായത് ഹേമം എന്ന് വെച്ചാൽ സ്വർണം, ദുർവർണം എന്ന് വെച്ചാൽ അതായത് ഗുണം കുറഞ്ഞ മേന്മ കുറഞ്ഞ സ്വർണത്തെ ഇവ എന്ന് വെച്ചാൽ പോലെ, സ്വർണത്തെ യോഗൈഹി എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുന്നത് പോലെ. അപ്പോൾ മേന്മ കുറഞ്ഞ ഒരു സ്വർണത്തെ ഊതി കാച്ചി അതിനെ പവിത്രമാക്കുന്നത് പോലെ, അതിനെ ശുദ്ധീകരിക്കുന്നത് പോലെ സാധവഹ, ഈ പ്രഹ്ലാദൻ മൂലം സാധവഹ എന്ന് വെച്ചാൽ സാധുക്കളായിട്ടുള്ള ഭക്തർ ഭാവയിഷ്യന്തി ശുദ്ധീകരിക്കപ്പെടുന്നു. എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ശ്രേഷ്ഠ ഭക്തനാണ് പ്രഹ്ലാദൻ. അതാണ് പറഞ്ഞത്, മേന്മ കുറഞ്ഞ സ്വർണത്തെ ഊതിക്കാച്ചി ശുദ്ധീകരിക്കുന്നത് പോലെ. അതായത് ശരിയായ ഭക്തി എന്തെന്നറിയാതെ ഇവിടെ കിടന്ന് ഈ ലോകത്ത് കിടന്ന് ഉഴലുന്ന സാധുക്കളായിട്ടുള്ള മനുഷ്യർക്ക് ഭാവയിഷ്യന്തി അവരെ ശുദ്ധീകരിക്കുന്നു. ഈ നിന്റെ പൗത്രനിലൂടെയാണ് അവർ ശുദ്ധീകരിക്കപ്പെടുക. അതെങ്ങനെയാണ്? നിർവൈര്യ ആദിബി. നിർവൈര്യ എന്ന് വെച്ചാൽ കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം, വൈരാഗ്യം, ഈ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള അങ്ങനെയുള്ള അടക്കാനാകാത്ത നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളെ ഒക്കെ അതിൽ നിന്നും ആത്മാനം അതിൽ നിന്നൊക്കെ മുക്തനായിട്ട്, മനസ്സ് അതിൽ നിന്നൊക്കെ മുക്തമായിട്ട് യത് ശീലം, ആ പ്രഹ്ലാദന്റെ ശീലം എന്താണോ, സ്വഭാവം എന്താണോ അതിനെ അനുവർത്തിതും അവരതിനെ പിന്തുടരാൻ തുടങ്ങും. അതായത് വരാൻ പോകുന്ന കാലഘട്ടത്തിലെ സാത്വികരായിട്ടുള്ള ഭക്തന്മാർക്ക് ഇതാണ് ഭക്തി എന്ന് കാണിച്ചു കൊടുക്കാനും പ്രഹ്ലാദനെ അനുകരിക്കാനും പ്രഹ്ലാദന്റെ സ്വഭാവത്തെ അനുകരിക്കാനും അതിലൂടെ ശുദ്ധീകരിക്കപ്പെടാനും സാധിക്കുന്നു, ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സ്വർണം എങ്ങനെയാണോ മേന്മ കുറഞ്ഞ സ്വർണത്തെ ഊതിക്കാച്ചി അതിനെ ശുദ്ധമാക്കുന്നത്, അതുപോലെ സാധുക്കളായിട്ടുള്ള ഭക്തന്മാർക്ക് അവരുടെ മനസ്സിലുള്ള മതമാത്സര്യ കാമക്രോധ വികാരങ്ങളെയൊക്കെ അടക്കിയിട്ട് പ്രഹ്ലാദന്റെ ശീലത്തെ അനുകരിച്ചുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവരിൽ പ്രഹ്ലാദനിലൂടെയാണ് ഭക്തന്മാരിനി ഭക്തി എന്താണെന്ന് അറിയാൻ പോകുന്നത്. ഇനി ശ്ലോകം 47. യത് പ്രസാദാത് ഇദം വിശ്വം പ്രസീദതി യദാത്മകം സ സ്വദൃക് ഭഗവൻ യസ്യ തോഷ്യതേ അനന്യയാ ദൃശ തോഷ്യതേ അനന്യയാ ദൃശ. യത് പ്രസാദാദിദം വിശ്വം പ്രസീദതി യദാത്മകം സ സുദൃക് ഭഗവൻ യസ്യ തോഷ്യതേ അനന്യയാ ദൃശ. അതായത് യത് പ്രസാദാദ് ഇദം വിശ്വം, ആരുടെ അനുഗ്രഹത്താലാണോ ഇദം വിശ്വം ഈ ലോകം പ്രസീദതി മുഴുവൻ സന്തോഷിക്കുന്നത്, യദാത്മകം ആരാണോ ഈ പ്രപഞ്ചമായ ശരീരമായി നിലനിൽക്കുന്നത്, അതായത് ആ ഭഗവാൻ, ആ ഭഗവാൻ തന്നെ ഒരു ശരീരരൂപം എടുത്ത് പ്രപഞ്ചമായി വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഈ പ്രപഞ്ചം മുഴുവനും സന്തോഷിച്ച് പ്രസാദിച്ച് നിൽക്കുന്നത്. സഹ, അങ്ങനെയുള്ള ആ ഭഗവാൻ സ്വദൃക്ക് എന്ന് വെച്ചാൽ സ്വന്തം ഭക്തന്മാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്, അവർക്ക് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടോന്നോ എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്തന്മാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ യസ്യ തോഷ്യതേ, യസ്യ എന്ന് വെച്ചാൽ നിന്റെ പൗത്രനിൽ ആ പ്രഹ്ലാദനിൽ അതീവ തോഷ്യത എന്ന് വെച്ചാൽ അതീവ സംതൃപ്തനും സന്തുഷ്ടനുമായിരിക്കുന്നു. കാരണം അനന്യയാദൃശ, അവനിൽ ഭഗവാൻ കണ്ടത് അനന്യമായ ഭക്തിയെയാണ്, ഏകഭക്തിയാണ്. നല്ലതില്ല, ചീത്തയില്ല, സത്യമില്ല, നീതിയില്ല, ധർമാധർമ്മങ്ങളെ ഒന്നുമില്ല, സർവ്വതിലും ഭഗവാനെ കാണുന്ന ഏകഭാവത്തോടു കൂടി കാണുന്ന അദ്വൈതമാകുന്ന ഭക്തി, ആ അനന്യമായ ഭക്തിയെയാണ് ഭഗവാൻ അവനിൽ കണ്ടത്, പ്രഹ്ലാദനിൽ. അതുകൊണ്ട് തന്നെ ഈ ലോകം ആരിലൂടെയാണോ സന്തോഷിച്ചത്, ഈ ലോകം ആരാണോ സൃഷ്ടിച്ചത്, ഈ സർവ്വചരാചരങ്ങളെയും സ്വന്തം ഭക്തരെയും സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ നിന്റെ പൗത്രനായ പ്രഹ്ലാദനിൽ അതീവ സംതൃപ്തനായിരിക്കും. കാരണം അവൻ്റെ ഭക്തിയാണ് ലോകം മാതൃകയാക്കേണ്ടത്. അവൻ്റെ ഭക്തിയാണ് ഏകഭാവമുള്ള ഭക്തി, വേർതിരിവില്ലാത്ത ദ്വൈതമില്ലാത്ത ഭക്തി എന്ന് പറയുന്നത്. തൂണിലും തുരുമ്പിലും കല്ലിലും മുള്ളിലും സർവ്വചരാചരങ്ങളിലും ഭഗവാനെ കാണുന്ന ഭക്തി, നമ്മുടെ ഓരോ കാൽവെപ്പിൻ്റെ അടിയിൽ ഞെരിഞ്ഞ വരുന്ന ഒരു മൺതരിയിൽ പോലും ഭഗവാനെ കാണുന്ന ഭക്തി, സകലതിലും ഭഗവാൻ ഞാനും സർവ്വചരാചരങ്ങളും ഒന്ന് തന്നെ എന്നുള്ള ആ ഭക്തിയാണ് ഇനി ലോകത്തിന് മാതൃകയാകാൻ പോകുന്നത്. അത് അനുകരിക്കുമ്പോഴാണ്
എല്ലാ ചിന്തകളും കാമക്രോധ ദ്വേഷങ്ങളും മനസ്സിൽ നിന്ന് പോയി ഓരോ ഭക്തനും ശുദ്ധീകരിക്കപ്പെടുന്നത്. പ്രഹ്ലാദൻ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ അപ്പോൾ പ്രഹ്ലാദനിൽ ഭഗവാൻ പൂർണ്ണ സംതൃപ്തനായിരിക്കും. ശ്ലോകം 48. സഹ വൈ മഹാഭാഗവതഃ മഹാത്മാ മഹാനുഭാവഃ മഹതാം മഹിഷ്ടഃ പ്രവൃത്തഭക്ത്യാ ഹി അനുഭാവിത ആശയേ നിവേശ്യ വൈകുണ്ഠമിമം വിഹാസ്യതി. പ്രഹ്ലാദനെ കുറിച്ചാണ് പറയുന്നത്. സഹവൈ, അങ്ങനെയുള്ള പ്രഹ്ലാദൻ, മഹാഭാഗവതഃ, ഭഗവാന്റെ മഹാഭക്തനും, മഹാത്മാ, മഹാത്മാവും, മഹാനുഭാവ, മഹാനുഭാവനും, മഹതാം മഹിഷ്ട, മഹാത്മാക്കളിൽ ശ്രേഷ്ഠനും മഹാനുമായിട്ടുള്ള ആ പ്രഹ്ലാദന്റെ പ്രവൃത്ത ഭക്തിയ, വർദ്ധിച്ചു വരുന്ന ഭക്തിയാൽ ഹി അനുഭാവിത ആശയെ, അവൻ അനുഭവിച്ചറിയുന്നു. ആ ആശയം എന്ന് വെച്ചാൽ അനുഭാവിത ആശയം എന്ന് വെച്ചാൽ ആ ഭക്തിയുടെ മൂർധന്യാവസ്ഥയിലുള്ള താനും ഈശ്വരനും ഒന്ന് തന്നെ, എല്ലാത്തിലും ഈശ്വരഭാവത്തെ കണ്ടുകൊണ്ടുള്ള ഭക്തിയുടെ മൂർധന്യാവസ്ഥയെ അനുഭവിച്ചറിയുന്നു. അതാണ് അനുഭാവിത ആശയെ. അങ്ങനെ പ്രവേശ്യ, അവൻ പ്രവേശിക്കുന്നു വൈകുണ്ഠം, ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇമം ലോകം, ഈ ലോകത്തെ വിഹാസ്യതി, ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ പിന്നീട് അവനൊരു ജന്മമില്ല. ഈ ലോകത്തെ പൂർണ്ണമായും വിട്ടിട്ട് അവൻ വൈകുണ്ഠ ലോകപ്രാപ്തി സാധ്യമാക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രഹ്ലാദനിലൂടെ മഹാഭാഗവതനും മഹാത്മാവും മഹാത്മാക്കളിൽ മഹാനും മഹാഭാഗവതനുമായിട്ടുള്ള പ്രഹ്ലാദന്റെ വർദ്ധിച്ചു വരുന്ന ഭക്തിയിലൂടെ ആ ഭക്തിയുടെ ഉന്മാദാവസ്ഥയെ വരെ അനുഭവിച്ചറിയുന്ന തലത്തിലെത്തിയപ്പോൾ പ്രഹ്ലാദൻ നേരെ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുന്നു. അതോടെ ഭൂമിയിൽ നിന്നും ഉപേക്ഷിച്ച് മുക്തി നേടുകയും ചെയ്യുന്നു. ജന്മങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്നു. ശ്ലോകം 49. അലംബട ശീലധരഃ ഗുണാകരഃ ഹൃഷ്ട പരർദ്യ വ്യതിതഃ ദുഃഖിതേഷു അഭൂതശത്രു ജഗതഃ ശോകഹർത്ത നൈദാഗിതം താപം ഇവ ഉഡുരാജഃ. അലംബട ശീലധരഃ ഗുണാകാരഃ ഹൃഷ്ടഃ പരർദ്യ വ്യതിതഃ ദുഃഖിതേഷു അഭൂതശത്രുഃ ജഗതഃ ശോകഹർത്ത നൈദാഗികം താപം ഇവ ഉഡുരാജഃ. അലംബട എന്ന് വെച്ചാൽ ധാർമ്മികമായിട്ട് ജീവിക്കാന്നർത്ഥം. അതായത് സത്യസന്ധമായ രീതിയിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച്, ശീലധര, സാത്വിക ശീലമുള്ള, ഗുണാകാര, സർവ ഗുണങ്ങളും കൂടി ചേർന്ന സർവഗുണങ്ങളുടെയും സംഭരണിയായിട്ടുള്ള, അതുപോലെ ഹൃഷ്ട പരർദ്യ, മറ്റുള്ളവരുടെ ഹൃഷ്ടഹ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക. പരർദ്യ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ, ഹൃഷ്ടഹ എന്ന് വെച്ചാൽ സന്തോഷം. മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന കാണുമ്പോൾ, അവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കുക. ഇനി ദുഃഖിതേഷു, ദുഃഖിക്കുന്നു. വ്യതിതഃ, മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ, ദുഃഖിക്കുന്നവരുടെ ദുഃഖം കാണുമ്പോൾ അവരോടൊപ്പം ദുഃഖിക്കുക എന്ന് വെച്ചാൽ അവരോടൊപ്പം ഇരുന്ന് കരയാന്നല്ല അർത്ഥം. അവർക്ക് ആശ്വാസം നൽകി അവരുടെ ദുഃഖം സ്വന്തം ദുഃഖം തന്നെയായിട്ട് എടുത്തിട്ട് അവരെ ആ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കാൻ, അവർക്ക് ആശ്വാസം നൽകാനും വേണ്ടി ശ്രമിക്കുന്ന അഭൂതശത്രു, യാതൊരുവിധ ശത്രുവുമില്ലാത്ത ആ പ്രഹ്ലാദനിലൂടെ നൈദാഗികം എന്ന് വെച്ചാൽ വേനൽക്കാലം, വേനൽക്കാലത്തെ താപം, ചൂടിൽ നിന്നും ഉഡുരാജ എന്ന് വെച്ചാൽ ചന്ദ്രന്റെ നിലാവ് തണുപ്പ് തരുന്നത് പോലെ, ഇവ എന്നതുപോലെ വേനൽക്കാലത്തെ ചൂടിൽ നിന്നും ചന്ദ്രൻ ആ ചൂടിനെ ഇല്ലാതാക്കുന്നത് പോലെ, തണുപ്പ് തന്ന് നിലാവ് തന്ന് ഇല്ലാതാക്കുന്നത് പോലെ, ജഗതഃ ശ്ലോകഹർത്ത, പ്രഹ്ലാദൻ ഈ ജഗത്തിന്റെ സർവ ശോകത്തെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നു. അതായത് പ്രഹ്ലാദൻ ഉപദേശിക്കുകയല്ല, പ്രഹ്ലാദൻ ജീവിച്ച് കാണിച്ചു തരികയാണ് എന്താണ് ഭക്തി എന്ന്. പ്രഹ്ലാദനായിക്കൊണ്ട് തന്നെ ഭഗവാൻ തന്നെയാണ് പ്രഹ്ലാദനായിട്ട് അവതരിച്ച് വന്ന് ഇതാണ് അനന്യമായ ഏകഭക്തി എന്ന് കാണിച്ച് ഈ ലോകത്തിന് കൊടുത്തു എന്ന്. അതുകൊണ്ടാണ് ഉത്തമ ഭക്തന്റെ പട്ടികയിൽ ഏറ്റവും ആദ്യം പ്രഹ്ലാദന് സ്ഥാനം വന്നത്. അതും ജനിച്ചത് എവിടെയാണെന്ന് ഓർക്കണം. സാത്വികമായ അച്ഛനമ്മയ്ക്കും സാത്വികമായ ഈശ്വര പ്രാർത്ഥനയിലും ആ ഒരു ഭക്തി ഒന്നും കണ്ടിട്ടല്ല വളർന്നത്. അസുരന്മാരുടെ കൊട്ടാരത്തിൽ അസുരപുത്രനായിട്ട് ഭഗവാന്റെ പേരൊന്ന് പറഞ്ഞ അപ്പ ശിക്ഷിക്കുന്ന, അങ്ങനെ ഒരു വേദപഠനമോ ഒന്നും കിട്ടിയിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് പ്രഹ്ലാദൻ ഇങ്ങനെ ഒരു ഏകഭക്തി എന്ന് പറയുന്നത്. അതാണ് അവിടെ പ്രത്യേകത.
അതുകൊണ്ട് തന്നെ അങ്ങനെ ധാർമ്മികമായ ശീലവും സ്വഭാവശുദ്ധിയും ഗുണങ്ങളോടും കൂടി ചേർന്ന മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ അവരോടൊപ്പം അത് സ്വന്തം ദുഃഖമായി എടുത്ത് അവരെ അതിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന, മറ്റുള്ളവരുടെ നന്മയും സന്തോഷം കാണുമ്പോൾ അതിനോടൊപ്പം സന്തോഷിക്കാൻ കഴിവുള്ള, യാതൊരുവിധ ശത്രുക്കളും ഇല്ലാത്ത ആ പ്രഹ്ലാദൻ ഈ ലോകത്തെ തന്നെ സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. എങ്ങനെ? ഈ വേനൽക്കാലത്തെ ചൂടിൽ നിന്നും ചന്ദ്രന്റെ നിലാവ് ആ ചൂടിനൊരു ആശ്വാസം നൽകി ചൂട് കുറയ്ക്കുന്നത് പോലെ, ഇല്ലാതാക്കുന്നത് പോലെ പ്രഹ്ലാദൻ ഈ ലോകത്തിന്റെ ദുഃഖം തന്നെ ഇല്ലാതാക്കുന്നവനായി ഭവിക്കും. ഇനി ശ്ലോകം 50. അന്ത ബഹീച്ച അമലം അബ്ജനേത്രം സ്വപുരുഷ ഇച്ഛ അനുഗ്രഹീത രൂപം പൗത്രാതവ ശ്രീലലനാ ലലാമം ദ്രഷ്ടാ സ്ഫുരത് കുണ്ടല മണ്ഡിതാനനം. അതായത് ഭഗവാന്റെ വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ, ആ ഭക്തിയുടെ ഒരു പ്രത്യേകത ചെറുതായിട്ടൊന്ന് വർണ്ണിക്കുകയാണ് കേട്ടോ. ആ ഭക്തിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അതാണ് പറയുന്നത്. അതായത് അമലം എന്ന് വെച്ചാൽ മാലിന്യമില്ലാത്ത പരിശുദ്ധമായിട്ടുള്ള, അബ്ജനേത്രം താമരപ്പൂ പോലെ കണ്ണുകളുള്ള, സ്വപുരുഷ ഇച്ഛ അനുഗ്രഹീത രൂപം. സ്വപുരുഷ എന്ന് വെച്ചാൽ സ്വന്തം ഭക്തന്മാരുടെ ഇച്ഛ, ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി അനുഗ്രഹീത രൂപം, ഓരോരോ രൂപങ്ങൾ സ്വീകരിച്ചു വരുന്ന, അതാണ് പരിശുദ്ധമായ താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ള, സ്വന്തം ഭക്തരുടെ ആഗ്രഹങ്ങളെ സാധിക്കാനായി ഓരോരോ രൂപങ്ങൾ സ്വീകരിച്ചു വരുന്ന തവ പൗത്ര, നിന്റെ പൗത്രനായിട്ടുള്ള പ്രഹ്ലാദൻ, ശ്രീ ലലലാലലാമം, സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിക്ക് അലങ്കാരമായിട്ടുള്ള ആ മഹാവിഷ്ണു ആയിരിക്കുന്ന ആ ഭഗവാൻ, സ്ഫുരത് കുണ്ടല മണ്ഡിത ആനനം, മനോഹരമായ കമ്മലുകൾ, കുണ്ടലങ്ങൾ കൊണ്ട് അലങ്കരിച്ച മുഖത്തോടു കൂടിയ ആ ഭഗവാനെ, തവ പൗത്ര, നിന്റെ പൗത്രനായിട്ടുള്ള പ്രഹ്ലാദൻ, അന്തഹ ബഹിഹി, അകത്തും പുറത്തും ദൃഷ്ട, കണ്ടു. അതാണ് പ്രഹ്ലാദന്റെ ഭക്തി എന്ന്. മനസ്സിലായില്ലേ? പരിശുദ്ധമായ താമരപ്പൂ പോലെ കണ്ണുകളുള്ള, സ്വന്തം ഭക്തന്മാരുടെ ഇച്ഛയ്ക്ക് വേണ്ടി പല പല രൂപങ്ങൾ എടുത്ത് ഭൂമിയിൽ അവതരിച്ച്, അതുപോലെ ശ്രീ മഹാലക്ഷ്മിക്ക് അലങ്കാരമായിട്ടുള്ള, തിളങ്ങുന്ന മനോഹരമായ കാതിലെ കുണ്ടലങ്ങളാൽ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയ ആ സാക്ഷാൽ ശ്രീഹരിയെ, ആ ഭഗവാനെ, നിന്റെ പൗത്രനായിട്ടുള്ള പ്രഹ്ലാദൻ അകത്തും പുറത്തും എന്ന് പറഞ്ഞാൽ തന്നിലും ഈ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്ന ശക്തിയായിട്ട് കണ്ടു പ്രാർത്ഥിച്ചു. അതാണ് പ്രഹ്ലാദന്റെ ഭക്തി. അങ്ങനെ കാണാൻ കഴിയുന്നത്. അപ്പൊ പ്രഹ്ലാദന് എവിടെയാണ് ദ്വൈതം? പാടില്ല, അതിലില്ല, ഇതിലില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല. ഈ നെഗറ്റീവ് എന്നൊരു വാക്ക് പ്രഹ്ലാദന്റെ നിഘണ്ടുവിൽ ഇല്ല എന്നർത്ഥം. മനസ്സിലായോ? അതായത് സകലത്തിലും തന്റെ അകത്തും പുറത്തും എന്ന് വെച്ചാൽ പുറത്തു ചുറ്റും അന്തരീക്ഷത്തിലും സർവ്വ പ്രപഞ്ചത്തിലും തൻ്റെ അകത്തും വിശ്വം മുഴുവൻ ഒരു പരമാണുവായി വ്യാപിച്ചു നിൽക്കുന്ന ആ മഹാവിഷ്ണു എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം അറിഞ്ഞ ഭക്തനാണ് പ്രഹ്ലാദൻ. അല്ലെ? എന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വം മുഴുവൻ പരമാണു രൂപത്തിൽ വ്യാപിച്ചു നിൽക്കുക. അങ്ങനെ കോടാനുകോടി പരമാണുക്കൾ ചേർന്നതാണ് ഇവിടെയുള്ള സകല ജീവപ്രാണികളും, സകലതും, എല്ലാ ശരീരങ്ങളും. അത് ആ കോടാനുകോടി മഹാവിഷ്ണു ആകുന്ന പരമാണുക്കൾ കൂടി ചേർന്നതാണ് സർവ്വ ശരീരങ്ങളും. ഏക ശരീരമായിട്ട് നമുക്ക് തോന്നുകയാണ്. ആ വാക്കിന്റെ അർത്ഥം ശരിയായി അറിഞ്ഞ ഭക്തനാണ് പ്രഹ്ലാദൻ. അപ്പൊ അവിടെ ദ്വൈതല്യ പ്രഹ്ലാദന്. അങ്ങനെ സർവ്വതിലും ഭഗവാനെ കണ്ട ഭക്തിയായിരുന്നു നിന്റെ പൗത്രനായി ജനിക്കാൻ പോകുന്ന പ്രഹ്ലാദന്റെ ഭക്തി എന്ന് ദിദിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇത്രയും കേട്ടപ്പോരെ ദിദിക്ക് ഇതിൽ എന്ത് സന്തോഷം ഉണ്ടാവാനാ. അപ്പോൾ ദിദി മൈത്രേയ ഉവാച, കശ്യപ മഹർഷി ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ദിദി മറുപടി പറയുന്നത് ഇപ്രകാരം എന്ന്. ദിദിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ശ്രുത്വാ ഭാഗവതം പൗത്രം അമോദത ദിദി വൃശം പുത്രയോഹ പുത്രയഃ ച വദം കൃഷ്ണാത് വിദിത്വ ആസീത് മഹാമനഃ. ശ്രുത്വ കേട്ടിട്ട്, ഭാഗവതം പൗത്രം, അതായത് ഭഗവാന്റെ പരമഭക്തനായിട്ട് തൻ്റെ പൗത്രനായി ജനിക്കുന്ന പ്രഹ്ലാദൻ ജനിക്കുമെന്ന് കേട്ടിട്ട് ദിദി, ആ ദിദി വൃശം വളരെയധികം അമോദത, സന്തോഷവതിയായി തീർന്നു. പിന്നെ പുത്രയഃ ച വദം കൃഷ്ണ, തൻ്റെ 2 മക്കളും കൃഷ്ണനാൽ വധിക്കപ്പെടുമെന്നും കൂടി വിദിത്വ കേട്ടറിഞ്ഞപ്പോൾ മഹാമന, അവളുടെ ആ ദിദിയുടെ മനസ്സ് വളരെയധികം ആസീത് എന്ന് വെച്ചാൽ മഹാമന ആസീത് എന്ന് വെച്ചാൽ സന്തോഷത്തോടു കൂടി ആസീത് എന്ന് വെച്ചാൽ ഇരുന്നു. അപ്പൊ തൻ്റെ പൗത്രനായിട്ട്
ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ ജനിക്കുമെന്നുള്ള ആ ഗുണഗണങ്ങളും കൂടി കേട്ടപ്പോൾ ദിതിക്ക് വളരെയധികം സന്തോഷം തോന്നി. തൻ്റെ 2 പുത്രന്മാരും അസുരന്മാരായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ കൂടിയും ഭഗവാന്റെ കൈകൾ കൊണ്ടാണ് വധിക്കപ്പെടുക എന്ന് കേട്ടപ്പോൾ അവർക്ക് മോക്ഷം ഉറപ്പാണെന്ന് ദിതിക്ക് മനസ്സിലായി. അതും കൂടി കേട്ടപ്പോൾ ദിതിയുടെ മനസ്സ് അത്യധികം സന്തോഷത്തിൽ ആയി എന്നാണ് പറയുന്നത്. അതോട് കൂടിയിട്ട് നമ്മുടെ 14ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ദിവസം നമ്മൾ 15ാമത്തെ അധ്യായം ആരംഭിക്കും. അപ്പോൾ 15ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദിതി വളരെ സന്തോഷവതിയായി. 2 മക്കളും ഭഗവാനാൽ വധിക്കപ്പെടും. പിന്നെ എന്താ പറഞ്ഞ 2ാമത്തെ വരം പ്രഹ്ലാദൻ പൗത്രനായി ജനിക്കുമെന്ന്. ഇത് രണ്ടും നല്ല സന്തോഷം തരുന്ന വാക്കാം. പക്ഷെ ഈ 2 കാര്യങ്ങളും നടക്കണമെങ്കിൽ അതിൻ്റെ മുന്നേ ലോകം മുഴുവൻ വലിയൊരു വിഷമത്തെ തരണം ചെയ്ത് കിടക്കേണ്ടി വരും. അതായത് ഈ 2 പുത്രന്മാരും ഹിരണ്യാക്ഷനും ഹിരണ്യാക്ഷിപും ഇപ്പൊ ജനിച്ചിട്ടില്ല. അവര് ജനിച്ച് വന്ന് അവരുടെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് സർവപ്രാണികളും പീഡിപ്പിക്കപ്പെട്ട് ലോകം മുഴുവൻ ദുഃഖത്തിൽ വീഴുന്ന, ദേവന്മാർ പോലും വേദനിക്കുന്ന ഒരവസ്ഥ അവിടെ വരും. ദേവന്മാർ പോലും അനുഭവിക്കും, ദുരിതം അനുഭവിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അനുഭവിച്ച് കിടക്കണ്ടേ, അതാണ് ഇനി വരാൻ പോകുന്ന വിഷമം. അപ്പൊ ദിതി ഇനി ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാല് എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ, കൃത്യസമയത്ത് പ്രസവിച്ചു കഴിഞ്ഞ് ഇവര് വന്ന് വളർന്ന് ഈ ലോകത്തിന് നാശം വിതയ്ക്കില്ലേ, എല്ലാവരും ദേവന്മാരടക്കം വിഷമിച്ചു പോയില്ലേ. അപ്പൊ അതിനു വേണ്ടി ദിതി ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കാണ്ട് സ്വന്തം ഉദരത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. കാരണം വലിയൊരു നല്ല കാര്യം സംഭവിക്കുമെങ്കിലും ആ നല്ല കാര്യത്തിന് മുൻപ് കുറേ പേര് അനുഭവിക്കണം, ലോകം മുഴുവൻ അനുഭവിക്കണം, ഇവരുടെ ക്രൂരകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കണം. അത് ഓർത്ത് വിഷമിച്ചിട്ട് അത് സംഭവിക്കുന്നത് അങ്ങോട്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദിതി ഈ കുഞ്ഞുങ്ങളുടെ ഗർഭത്തിൽ സൂക്ഷിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. പുറത്തേക്ക് പ്രസവിക്കാതെ, പുറത്തേക്ക് വിട്ട് ഇവർ വന്നാൽ ഇവർ വിതയ്ക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട്. പക്ഷെ അത് തടയാൻ പറ്റില്ലല്ലോ, ദിതിക്ക് പോലും ഈ വികാരത്തെ തടയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ജനനത്തെ എങ്ങനെ തടയാൻ പറ്റും? അത് ഭഗവാന്റെ നിശ്ചയാണ്, അതവിടെ സംഭവിച്ചേ പറ്റൂ. വലിയൊരു നല്ലത് സംഭവിക്കുന്നതിന് മുൻപ് ഒരുപാട് വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടതായിട്ട് വരണം ഈ ലോകം. ഭഗവാൻ ഭൂമിയിൽ വരണമെങ്കിൽ ഈ ഭൂമിയിൽ അത്രയും വലിയൊരു പ്രതിസന്ധി തരണം ചെയ്യുന്ന ഒരു ഘട്ടം വന്നാലേ ഭഗവാന്റെ ഒരു ശ്രേഷ്ഠ അവതാരം നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു നാശം, അതിനുള്ള ദുരിതം ഭൂമിയിലെ സർവ്വപ്രാണികളും അനുഭവിക്കണം. അപ്പോൾ അതിനെ തടുക്കാൻ ദിതിക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത അധ്യായത്തിൽ കാണാൻ പോകുന്നത് ദിതി ഇതിനെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്താൻ പറ്റുമെന്നാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് പറ്റാതെ ഈ 2 മക്കൾക്ക് ജന്മം കൊടുക്കുകയാണ്. അപ്പോൾ അവരാരായിരുന്നു, എങ്ങനെയാണ് അവർ ദിതിയുടെ പുത്രന്മാരായി വന്നു പിറന്നത്, അതൊക്കെയാണ് നമ്മളിനി 15 അധ്യായത്തിൽ കാണാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും ഇതിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ.